നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമായ തമിഴ്നാട്ടിലെ കൂടംകുളം ആണവോർജ്ജ പദ്ധതിയുടെ സുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ചോർന്നതായി റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. പ്ലാന്റിലെ വിവിധ സൗകര്യങ്ങളുടെ രൂപരേഖകളും വിതരണക്കാരുടെ വിവരങ്ങളും അടങ്ങുന്ന 19,000-ഓളം നിർണായക ഫയലുകളാണ് വേൾഡ് ലീക്സ് എന്ന സൈബർ കുറ്റവാളി സംഘം ഇന്റർനെറ്റിലെ കരിഞ്ചന്തയായ ഡാർക്ക് വെബിൽ പരസ്യപ്പെടുത്തിയത്. പ്ലാന്റിന്റെ പ്രധാന കരാറുകാരിലൊന്നായ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഗ്രൂപ്പിന്റെ ഡാറ്റാ സെർവറിൽ നിന്നാണ് ഈ വിവരങ്ങൾ ചോർന്നത്. തങ്ങളുടെ സെർവറിൽ ചെറിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടായതായി റിലയൻസ് ഗ്രൂപ്പ് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. ഈ വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ കൃത്യമായി ഏതൊക്കെ വിവരങ്ങളാണ് ചോർന്നതെന്ന് വെളിപ്പെടുത്താൻ കമ്പനി തയ്യാറായിട്ടില്ല. രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന പദ്ധതികളുടെ കേന്ദ്രബിന്ദുവായ കൂടംകുളത്തുണ്ടായ ഈ ചോർച്ച ആണവ നിലയത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായേക്കുമെന്നാണ് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത്തരം സൈബർ ഭീഷണികളെ നേരിടാൻ പല ഇന്ത്യൻ കമ്പനികളും ഇന്നും സജ്ജമല്ല എന്നതിന്റെ തെളിവാണിതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഹൈക്കോടതികളും സർക്കാരുകളും തമ്മിലുള്ള ആശയവിനിമയങ്ങളിൽ ആണവ സുരക്ഷയെക്കുറിച്ച് നിർദ്ദേശം നൽകുന്ന ന്യൂക്ലിയർ ത്രെറ്റ് ഇനിഷ്യേറ്റീവ് സംഘടനയുടെ സീനിയർ ഡയറക്ടർ നിക്കോളസ് റോത്ത് ഈ ചർച്ചയെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചോർന്ന രേഖകൾ 2016 മുതൽ 2025 പകുതി വരെയുള്ള കാലയളവിലേതാണെന്ന് പ്രാഥമിക വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും അവയുടെ വിശ്വാസ്യത പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മീറ്റിംഗുകളുടെ വിവരങ്ങൾ, പരിശോധനാ റെക്കോർഡുകൾ, ഉപകരണങ്ങളുടെ അവലോകനങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവയെല്ലാം ചോർന്ന ഫയലുകളിൽ ഉൾപ്പെടുന്നു. റിലയൻസ് ഗ്രൂപ്പിന്റെ ആകെ 8.5 ലക്ഷത്തിലധികം ഫയലുകൾ ഹാക്കർമാരുടെ പക്കലുണ്ടെന്നാണ് വിവരം. ഇതിലേറ്റവും നിർണായകമായ 19,000 ഫയലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. റിലയൻസ് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കൂടംകുളം നിലയത്തിന്റെ 3-4 യൂണിറ്റുകളുടെ നിർമ്മാണ കരാർ 2018 സ്വന്തമാക്കിയിരുന്നു. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഈ 2 യൂണിറ്റുകളും 2027 പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ രണ്ടും കൂടി ആകെ 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ ഡേറ്റാ ചോർച്ചയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാന സൈബർ സുരക്ഷാ ഏജൻസിയായ സെർട്ട് ഇൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിലയൻസ് ഗ്രൂപ്പിന്റെ വിവരങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇയോട്ട എന്ന കമ്പനിയുടെ സെർവറിൽ കഴിഞ്ഞ മെയ് 29 തന്നെ സംശയാസ്പദമായ ഇടപെടലുകൾ കണ്ടെത്തിയിരുന്നു. അന്ന് തന്നെ ആ സൈബർ ആക്രമണം തടഞ്ഞതായും റാൻസംവെയർ ഭീഷണി ഒഴിവാക്കിയതായും ഇയോട്ട കമ്പനി വ്യക്തമാക്കുന്നു. എന്നാൽ ജൂൺ അവസാനത്തോടെ തങ്ങളുടെ വിവരങ്ങൾ ചോർന്നതായി റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ അറിയിക്കുകയായിരുന്നു. ഹാക്കർമാരുടെ അവകാശവാദം പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആവശ്യമായ സാങ്കേതിക വിവരങ്ങൾ റിലയൻസിന് കൈമാറിയിട്ടുണ്ടെന്നും അന്വേഷണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ഇയോട്ട അധികൃതർ അറിയിച്ചു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ആണവോർജ്ജ വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യയിലെ വൻകിട കമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും പണം നൽകാത്ത പക്ഷം വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന കുപ്രസിദ്ധ ഹാക്കർമാരാണ് വേൾഡ് ലീക്സ്. മുൻപ് ടാറ്റ ഗ്രൂപ്പിൽ നിന്നും ആപ്പിൾ, ടെസ്ല കമ്പനികളുടെ രഹസ്യ രൂപരേഖകൾ ഇവർ ചോർത്തിയിരുന്നു. അന്ന് ടാറ്റ ഗ്രൂപ്പ് പണം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് വിവരങ്ങൾ പുറത്തുവിട്ടതെന്നാണ് ഹാക്കർമാർ പറയുന്നത്. റഷ്യൻ കമ്പനിയായ റോസറ്റം കൈകാര്യം ചെയ്യുന്ന ആണവ റിയാക്ടറിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രേഖകളൊന്നും തന്നെ ഇപ്പോഴത്തെ ചോർച്ചയിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന കൂടംകുളത്തെ 3-4 യൂണിറ്റുകളിലെ കൂളിംഗ് സംവിധാനങ്ങളുടെയും നിയന്ത്രണ സംവിധാനങ്ങളുടെ രൂപരേഖകളും കൂടാതെ പ്രധാന കൺട്രോൾ റൂമിന്റെ പൂർണ്ണമായ ഘടനയും ചോർന്നവയിൽ ഉൾപ്പെടുന്നു. പ്ലാന്റിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുടെ പട്ടികയും നിർമ്മാണ വിലയിരുത്തൽ യോഗങ്ങളുടെ വിവരങ്ങളും ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഇൻഷുറൻസ് തുകയായി $112 മില്യൺ ലഭിക്കാനുള്ള പോളിസി രേഖകളും ചോർന്നിട്ടുണ്ട്. ഈ വിവരങ്ങൾ ശത്രുക്കളുടെയോ അക്രമികളുടെയോ കയ്യിലെത്തിയാൽ അവർക്ക് ആണവ നിലയത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും പ്ലാന്റിന്റെ ഘടനയും എളുപ്പത്തിൽ മനസ്സിലാക്കാനും സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്താനും സാധിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രണ്ടാമത്തെ സൈബർ സുരക്ഷാ വീഴ്ചയാണിത്. നേരത്തെ 2019 പ്ലാന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ശൃംഖലയിൽ വടക്കൻ കൊറിയൻ ഹാക്കർമാരുടെ മാൽവെയർ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അന്ന് പ്രധാന സിസ്റ്റങ്ങളെ ഇതൊന്നും ബാധിച്ചിട്ടില്ലെന്നായിരുന്നു വിശദീകരണം. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കും ഫ്രാൻസിനും മുന്നിൽ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ ഏകദേശം 3 കോടിയോളം അക്കൗണ്ടുകളാണ് ചോർത്തപ്പെട്ടത്. ഇന്ത്യയിലെ 204 പ്രധാന സ്ഥാപനങ്ങളിൽ നടത്തിയ സർവേയിൽ 73% സ്ഥാപനങ്ങൾക്കും തങ്ങൾ എപ്പോഴെങ്കിലും സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.